ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനീഷ. ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്യൂബ്രോസ് ബിഗോണിയുടെ ഒരു ലോഡ് പ്ലാന്റ്സ് നമ്മളെടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. പ്ലാന്റ്സ് സെറ്റാക്കി വെച്ചിട്ട് കുറച്ച് ദിവസമായി. ഈ അടഞ്ഞ മഴ കാരണമാണ് പിന്നെ സെയിൽ പോസ്റ്റ് ഇടാണ്ടിരുന്നത്. നമ്മൾ പ്ലാന്റ്സ് എത്തിയ സമയത്ത് തന്നെ അതിൻ്റെ ഒരു പോസ്റ്റായിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോഴേ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചു, ചിലരൊക്കെ ഓർഡർ തന്നിരുന്നു. എങ്കിലും അയക്കാതിരുന്നത് ഈ ഒരു മഴയൊന്ന് കുറയട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇനിയിപ്പോൾ കുഴപ്പമില്ല, നല്ല കാലാവസ്ഥയാണ്. ട്യൂബ്രോസ് ബിഗോണിയൊക്കെ അയക്കാൻ പറ്റിയൊരു കാലാവസ്ഥയാണ്. കുറച്ചൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ട്യൂബ്രോസ് ബിഗോണിയ. ഓവർ വാട്ടറിങ് ഇല്ലാതെ കെയർ ചെയ്യേണ്ട ഒരു പ്ലാന്റ് കൂടിയാണിത്. നമ്മളടുത്ത് ഇപ്പോൾ 6 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 6 പ്ലാന്റ്സിൻ്റെ കോംബോ ആയിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ പൂക്കളും മൊട്ടുകളൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ്സുകളാണ്. ഈ പ്ലാന്റ് കാണുമ്പോൾ നിങ്ങൾക്കറിയാലോ, എല്ലാം തന്നെ നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് കേട്ടോ. ട്യൂബ്രോസ് ഒരു ഫ്ലവറിങ് കഴിഞ്ഞ് അതിൻ്റെ ആ ഒരു കാലാവധി കഴിഞ്ഞാൽ പ്ലാന്റ്സ് നശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ബൾബ് ഫോം ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈം കഴിയുമ്പോൾ വീണ്ടും അതിൽ നിന്ന് പുതിയ തൈകൾ പൊട്ടിമുളച്ച് വന്ന് വീണ്ടും ഇതുപോലെ തന്നെ നല്ല ഹെൽത്തിയായ പ്ലാന്റ്സുകൾ ഉണ്ടായി വരുന്നതാണ്. സീഡ് ഉപയോഗിച്ചും അതുപോലെ ബൾബിൽ നിന്നുമാണ് ഇതിൻ്റെ പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓവർ വാട്ടറിങ് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്ലാന്റാണ് ട്യൂബ്രോസ് ബിഗോണിയ. ഇതിൻ്റെ പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് ചകിരിച്ചോറും അല്പം മണ്ണും നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയും ചേർത്തൊരു മിക്സാണ്. നിങ്ങളടുത്ത് ലീഫ് മോൾഡ് അഥവാ കരിയില പൊടിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. അടിവളങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. മാസത്തിൽ 1-2 തവണ NPK പോലുള്ള ഫെർട്ടിലൈസേഴ്സ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ പ്ലാന്റിന് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല. എന്നാൽ നല്ല വെളിച്ചമുള്ള ഭാഗത്ത് വെച്ചെങ്കിൽ മാത്രമാണ് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. സീഡിൽ നിന്നും അതുപോലെ ബൾബിൽ നിന്നുമാണ് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് എല്ലാം തന്നെ അയച്ചു തരുന്നത്. വിത്തൗട്ട് പോട്ടായിട്ടാണ് പ്ലാന്റ്സുകൾ നമ്മൾ അയക്കുന്നത്. DTDC അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത്. ഇന്ത്യൻ പോസ്റ്റ് വഴി പ്ലാന്റ്സ് വാങ്ങിക്കുന്നവർ എക്സ്ട്രാ ചെറിയൊരു എമൗണ്ട് കൊറിയർ ചാർജിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലാതെ കോംബോ ആയിട്ട് വാങ്ങിക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് ഈ പ്ലാന്റ്സുകൾ അയക്കുന്നത്. പ്ലാന്റ്സ് കിട്ടുന്ന സമയത്ത് അൺബോക്സിങ് വീഡിയോയോ ഫോട്ടോയോ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീടുള്ള കംപ്ലയിൻസ് ഒന്നും നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കുന്നതല്ല. 6 പ്ലാന്റ്സിൻ്റെ കോംബോയ്ക്ക് വരുന്ന പ്രൈസ് 899 രൂപയാണ്. അത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് കേരളത്തിൽ എവിടെയായാലും അയച്ചു തരുന്നത്. കേരളത്തിന് പുറത്തേക്കാവുമ്പോൾ എക്സ്ട്രാ കൊറിയർ ചാർജ് ഈടാക്കുന്നതാണ്. ഓരോ പ്ലാന്റ്സ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും അവൈലബിൾ ആണ്. ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 150 രൂപ പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുതേ. താങ്ക്